വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ 50യുടെ അടുത്ത 5 മോഡലാണ്. ഇതേ നോക്കിക്കോ. ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലായിരുന്നു എങ്കിൽ ആ മാസം 1-ാം തീയതി ഏതാഴ്ചയായിരിക്കും? എന്താണ്? ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലായിരുന്നു, 2 അക്കം വരുന്ന തീയതികളിലായിരുന്നു എങ്കിൽ ആ മാസം 1-ാം തീയതി ഏതാഴ്ചയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നോക്കിക്കേ, ഒരു മാസത്തിലെ 3 ആഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഒരു മാസത്തിലെ 3 ആഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലായിരുന്നു എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓർത്തു വെച്ചേക്കുക, ആ മാസത്തിലെ 2-ാം തീയതി അതേ ആഴ്ച തന്നെ ആയിരിക്കും. ആ മാസത്തിലെ 2-ാം തീയതി അതേ ആഴ്ചയായിരിക്കും. എന്താ പറഞ്ഞത്? ഒരു മാസത്തിലെ 3 ആഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണെങ്കിൽ, ഒരു മാസത്തിലെ 3 ആഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണെങ്കിൽ ആ മാസത്തിലെ 2-ാം തീയതി അതേ ആഴ്ചയായിരിക്കും. ഇവിടെ നോക്കിയേ, ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണ് എന്നും പറഞ്ഞാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആ മാസത്തിലെ 2-ാം തീയതി എന്ന് പറയുന്നത് ഇവിടെ ഏത് ദിവസമാണോ കൊടുത്തിരിക്കുന്നത് അതേ ദിവസമായിരിക്കും. അതായത് ആ മാസത്തിലെ 2-ാം തീയതി ഞായറാഴ്ചയായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഒരു മാസത്തിലെ 3 ആഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ആ മാസത്തിലെ 2-ാം തീയതി എന്ന് പറയുന്നത് അതേ ആഴ്ചയായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനകത്തിൽ ഈ മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 3 ഞായറാഴ്ചകൾ, അതായത് ആ മാസത്തിലെ 2-ാം തീയതി എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ആ മാസത്തിലെ 2-ാം തീയതി ഞായറാഴ്ചയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ മാസത്തിലെ 1-ാം തീയതി ഏത് ദിവസമാണ് എന്നാണ്. 1-ാം തീയതി ഏതാഴ്ചയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, 2 ഞായറാണെങ്കിൽ 1 ഏതായിരിക്കും? ശനിയാഴ്ചയായിരിക്കും അല്ലേ? 1 ശനിയാഴ്ചയായിരിക്കും. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു മാസത്തിലെ 3 ആഴ്ചകൾ 2 അക്ക സംഖ്യകളിലാണെങ്കിൽ, 2 അക്ക തീയതികളിലാണെങ്കിൽ ആ മാസത്തിലെ 2-ാം തീയതി അതേ ആഴ്ച തന്നെ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാസത്തിലെ 3 തിങ്കളാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണെങ്കിൽ, ഒരു മാസത്തിലെ 3 തിങ്കളാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലായിരുന്നെങ്കിൽ ആ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഏത് തീയതിയിലായിരിക്കും? ആ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച നമ്മളിപ്പോൾ പഠിച്ചു. ഒരു മാസത്തിലെ 3 ആഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണെങ്കിൽ ആ മാസത്തിലെ 2-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളായിരിക്കും. അതായത് ഈ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഏത് ഡേറ്റിൽ വരും? 2-ാമത്തെ ഡേറ്റിൽ വരും. ഡേറ്റ് 2-ൽ വരും. ക്ലിയർ ആണോ? ഇതേ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കിക്കോ. ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലായിരുന്നു എങ്കിൽ ആ മാസത്തിലെ 2-ാം ശനി ഏത് തീയതിയായിരുന്നു? ആ മാസത്തിലെ 2-ാം ശനി ഏത് തീയതിയിലായിരുന്നു? എന്താ നമ്മൾ പഠിച്ച് വെച്ചാണെങ്കിൽ നമുക്ക് പറയാം. ദേ നോക്കിയ, ആ മാസത്തിൽ 3 ഞായറാഴ്ചകളാണ് ഇരട്ടക്ക തീയതികൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അടുത്ത ഞായർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഞായർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2-ാം തീയതി ആയിരിക്കും. ആദ്യത്തെ ഞായർ 2-ാം തീയതി ആയിരിക്കും അല്ലേ? 2-ാം തീയതി എന്ന് പറയുന്നത് ആദ്യത്തെ ഞായർ ആയിരിക്കും. നമ്മുടെ ചോദിച്ചിരിക്കുന്ന 2-ാം ശനി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2-ാം ശനി ഏതാണ്? ആദ്യ ഞായർ 2-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 1-ാം തീയതി ശനിയായിരിക്കും. 2 ഞായറാണെങ്കിൽ 1-ാം തീയതി എന്തായിരിക്കും? ശനിയായിരിക്കും. പക്ഷേ നമുക്ക് 2-ാം ശനിയാണ് വേണ്ടത്. രണ്ടാമത് വരുന്ന ശനിയാഴ്ച ഏത് ദിവസമാണ്? അതറിയാൻ വേണ്ടി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 7 കൂട്ടണം അല്ലേ? 7 കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 8. 2-ാം ശനി എന്ന് പറയുന്നത് ഏത് ദിവസം വരും? 8-ാം തീയതി വരും. കാരണം അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ 7 കൂട്ടണം അല്ലേ? അതായത് 8-ാം തീയതി വരും. അടുത്ത മോഡലിലേക്ക് പോകാം. മോഡൽ 32. ദേ നോക്കിയേ, ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂർ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ത്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ എയിൽ നിന്ന് തുടങ്ങി ബിയിലേക്ക് യാത്ര ചെയ്യുന്നു. മണിക്കൂറിൽ 30 കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നത്. മണിക്കൂറിൽ 30 കിലോമീറ്റർ പെർ ഹവർ, അതായത് അവിടെ സ്പീഡാണ് തന്നിരിക്കുന്നത്. 30 കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നത്. തിരിച്ച് ബിയിൽ നിന്നും ഇത് എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നതാണ്.
തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലുമാണ് പോകുന്നത്. അതായത് 20 km/h വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബിയിൽ നിന്നും എയിലേക്ക് പോകുന്നത്. ഇവിടെ നോക്കിയേ, എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് വരുന്നു അല്ലേ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണ്. എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് പോകുന്നു അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. അങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2ab/a+b ആണ്. 2ab/a+b എന്താണ്, ഡിസ്റ്റൻസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ, ദൂരം സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഇക്വേഷൻ 2ab/a+b. എ എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡ്, ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീഡ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കിയേ. 2 × 30 × 20 30 × 20 ഡിവൈഡ് ബൈ 30 + 20 ഓക്കെ ആണോ. 2 × 30 × 20 ഡിവൈഡഡ് ബൈ 50 0 0 ക്യാൻസൽ ചെയ്യുന്നു. നോക്കിയേ, 5ഉം 30ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 6 എന്ന് കിട്ടും അല്ലേ. 2 × 6 12, 12 × 2 24, ഓപ്ഷൻ സി. ക്ലിയർ ആണോ പറഞ്ഞത്? എന്താ ഇക്വേഷൻ? ദൂരം സെയിം ആണെങ്കിൽ 2 × ab/a+b 2ab/a+b പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കണക്കൊന്ന് ചെയ്ത് നോക്കിയേ. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 40 km/h സ്പീഡിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് മണിക്കൂറിൽ 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ഇവിടെ ദൂരം സെയിം ആണ് അല്ലേ. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു, വേറെ എങ്ങും പോകുന്നില്ല. അതുകൊണ്ട് ദൂരം സെയിം ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ 2 × 40 × 60 ഡിവൈഡഡ് ബൈ 40 + 60 100. 0 0 ക്യാൻസൽ ചെയ്താൽ 2 × 4 8, 6 × 8 48 എന്ന് ആൻസർ കിട്ടി, 48. ക്ലിയർ ആണോ? ഒരു കണക്കും കൂടെ ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 10 km/h വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് 15 km/h വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്യണം? 2 × 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15 25 അല്ലേ. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 12 എന്ന് കിട്ടും. 12. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ. ഇക്വേഷൻ എന്താണ്? സെയിം ദൂരമാണ് എന്നുണ്ടെങ്കിൽ 2ab/a+b. സെയിം ദൂരമാണെന്നുണ്ടെങ്കിൽ 2ab/a+b. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത മോഡൽ 33. ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ 35 ദിവസം കഴിഞ്ഞ് ഏതാഴ്ചയായിരിക്കും? ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ 35 ദിവസം കഴിഞ്ഞ് ഏതാഴ്ചയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 35 ദിവസം കഴിഞ്ഞാൽ ഏതാഴ്ച? എന്ത് ചെയ്താൽ മതി? സിമ്പിളാ, 35 അല്ലേ. ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. ഈ 35നെ അങ്ങ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 കൊണ്ട് ചെയ്യാൻ പറ്റും. 5 × 7 35. ഇവിടെ റിമൈൻഡർ 0. ഈ റിമൈൻഡർ ആണ് നമുക്ക് വേണ്ടത്. റിമൈൻഡർ 0. ഓക്കെ. ഈ സീറോയുടെ കൂടെ ഈ 0 എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് ബുധനാഴ്ചയാണല്ലേ. ഈ ബുധൻ 0യുടെ കൂടെ കൂട്ടണം. ബുധൻ 0യുടെ കൂടെ കൂട്ടുക. ബുധൻ 0യുടെ കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ബുധൻ തന്നെ കിട്ടും അല്ലേ. ഇന്ന് ബുധനാണെങ്കിൽ 0 ആണ് വരുന്നതെങ്കിൽ അതേ ദിവസം തന്നെ വരും. ഇനി 1 വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ബുധൻ്റെ കൂടെ 1 കൂട്ടണം. അതായത് ബുധൻ കഴിഞ്ഞ് അടുത്ത ദിവസം. ഓക്കെ. റിമൈൻഡർ 2 കിട്ടിയാൽ അതിനർത്ഥം എന്താ? ബുധൻ്റെ കൂടെ 2 കൂട്ടണം. അതായത് ബുധൻ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയണം. ബുധൻ, വ്യാഴം, വെള്ളി 2 കൂട്ടണം. 2 ദിവസം കഴിയുമ്പോൾ വെള്ളി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. അതായത് ഈ ദിവസം തന്നെയായിരിക്കും 35 ദിവസം കഴിഞ്ഞുള്ള ദിവസവും എന്ന് പറയുന്നത് ബുധൻ തന്നെയായിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. ഇന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ, ഇന്ന് വ്യാഴമാണെങ്കിൽ 43 ദിവസം കഴിയുമ്പോൾ 43 ദിവസം കഴിഞ്ഞ് ഏതാഴ്ചയായിരിക്കും? ഇന്ന് വ്യാഴമാണെങ്കിൽ 43 ദിവസം കഴിഞ്ഞാൽ ഏതാഴ്ചയായിരിക്കും? എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 43നെ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം അല്ലേ. 43നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 × 7 42. 6 × 7 42. ബാലൻസ് എത്ര കിട്ടും? 1 കിട്ടി അല്ലേ. അതായത് ഈ വ്യാഴത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം? വ്യാഴത്തിൻ്റെ കൂടെ 1 കൂട്ടണം. അതായത് വ്യാഴത്തിൻ്റെ തൊട്ടടുത്ത ദിവസം 1 കൂട്ടുക എന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം. ഓക്കെ ആണല്ലോ. വ്യാഴത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ഏതാ? വെള്ളി. ഓപ്ഷൻ എ വെള്ളി ആയിരിക്കും.
ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, അടുത്ത മോഡലിലേക്ക് പോവാം. ആ മോഡൽ ക്ലിയർ ആണല്ലോ. അടുത്ത മോഡലിലേക്ക് പോവാം. ദേ നോക്കിയേ, 50,000 രൂപ പരസ്യവിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? 50,000 രൂപ പരസ്യവിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഡിസ്കൗണ്ട് അല്ല ചോദിച്ചിരിക്കുന്നത്, ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം, ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില അല്ലേ. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100. ഇവിടെ നോക്കിയാൽ ഇവിടെ ഡിസ്കൗണ്ട് എത്ര ഡിസ്കൗണ്ട് കൊടുത്തത്? 50,000 രൂപയാണ് പരസ്യവില അല്ലേ. 50,000 രൂപയാണ് പരസ്യവില. അപ്പോൾ നമുക്ക് പരസ്യവില കിട്ടി 50,000 രൂപ എന്ന് കിട്ടി. ഓക്കെ ആണോ? 50,000 രൂപ പരസ്യവിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്കാണ് വിറ്റത് അല്ലെങ്കിൽ നൽകിയത് അല്ലേ. അപ്പോൾ അവിടെ എത്ര ഡിസ്കൗണ്ട് കിട്ടി? ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പറയുന്ന വിലയിൽ നിന്ന് എത്ര രൂപയാണ് കുറച്ച് തന്നത്, അതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. 50,000 രൂപ ചോദിച്ചൊരു അലമാര 45,000 രൂപയ്ക്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഡിസ്കൗണ്ട് നമുക്കവിടെ എത്ര രൂപ കുറച്ച് തന്നു അവർ? 50,000 മൈനസ് 45,000, 5,000 രൂപ നമുക്ക് എന്ത് ചെയ്തു? കുറച്ച് തന്നു അല്ലേ. 5,000 രൂപ കുറച്ച് തന്നു. അതായത് 5,000 രൂപയാണ് അവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് 5,000 ഇൻറ്റു 100. ഇതാണ് ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആണോ? ദേ 0 എല്ലാം ക്യാൻസൽ ചെയ്തു. ഈ 0യും ഒരു 0യും ക്യാൻസൽ ചെയ്തു. 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് ആൻസർ എത്ര കിട്ടി? 10% എന്ന് കിട്ടി. ആൻസർ 10%. ക്ലിയർ ആണോ? ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ പരസ്യവില. പരസ്യവില തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര? യഥാർത്ഥ വിലയിൽ നിന്ന് നമുക്ക് എത്രയാണോ കുറച്ച് തന്നത് അതാണ് ഡിസ്കൗണ്ട്. അത് കാണാൻ എന്ത് ചെയ്തു? പരസ്യവിലയിൽ നിന്നും നമുക്ക് നൽകിയ വില കുറച്ചപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ക്ലിയർ ആണല്ലോ. അതെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിക്കോ. ഈ 2,000 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 1,600 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഡിസ്കൗണ്ട് ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില അല്ലേ. പരസ്യവില ഇൻറ്റു 100. ഇവിടെ ഡിസ്കൗണ്ട് എത്ര? 2,000 രൂപ പരസ്യവിലയുള്ള സാരി 1,600 രൂപയ്ക്ക് തന്നു. അതായത് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2,000 മൈനസ് 1,600 ഈക്വൽ ടു 400 രൂപയാണ് നമുക്ക് കുറച്ച് തന്നത്. അതായത് 400 രൂപയാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 400 രൂപ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ പരസ്യവില എത്ര? 2,000 രൂപയാണ് പരസ്യവില എന്ന് പറയുന്നത്. 2,000 രൂപ ഇൻറ്റു 100. ക്ലിയർ ആണോ? 0 ക്യാൻസൽ ചെയ്തു. 4ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലേ. 4ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 5 മേളിൽ 100 എന്ന് കിട്ടും. ഓക്കെ, ഇനി 100ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 20 എന്ന് കിട്ടും. എത്ര? 20%. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ പരസ്യവില ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ. അടുത്ത മോഡലിലേക്ക് പോവാം. ദേ മോഡൽ 35 നോക്കിക്കോ. 10 സാധനങ്ങളുടെ വാങ്ങിയ വില 9 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ലാഭശതമാനം ഇവിടെ നോക്കിയേ. 10 സാധനങ്ങൾ വാങ്ങിയ വില അപ്പം നമ്മുടെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് ഈ 10 സാധനങ്ങൾ വാങ്ങിയ വിലയാണ് അല്ലേ. ആ മുടക്ക് മുതൽ 9 സാധനം വിറ്റപ്പോൾ നമുക്ക് ഇനി കിട്ടി. 9 സാധനം വിറ്റപ്പോൾ നമുക്ക് ഇനി കിട്ടി. അതായത് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഈ 9 സാധനങ്ങൾ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ കാശ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുടക്ക് മുതലാണ് അല്ലേ. മുടക്ക് മുതൽ നമ്മൾ പറയത്തില്ലേ, ഞാനൊരു 5 സാധനം വാങ്ങി, അതിൽ 4 സാധനം വിറ്റപ്പോഴത്തേക്ക് എൻ്റെ മുതൽ ഞാൻ തിരിച്ച് കിട്ടി എന്ന് പറയത്തില്ലേ. അതേപോലെ ഇവിടെ 10 സാധനങ്ങൾ വാങ്ങി അതിൽ 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഞാൻ മുടക്കിയ കാശ് എനിക്ക് കിട്ടി. അതായത് നമുക്ക് പറയും ഈ 9 സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് എന്താണ്? മുടക്ക് മുതൽ. ഞാൻ മുടക്കിയ മുതൽ 9 സാധനങ്ങൾ വിറ്റപ്പോൾ എനിക്ക് കിട്ടി. ബാക്കി ഒരെണ്ണം ഉണ്ട് അല്ലേ. 10 സാധനങ്ങളിൽ ബാക്കി ഒരെണ്ണം ഉണ്ടല്ലോ, അതെൻ്റെ ലാഭമാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? 10 സാധനങ്ങൾ വാങ്ങി ഞാൻ അത് വിറ്റപ്പോൾ 9 സാധനം വിറ്റപ്പോൾ ഞാൻ വാങ്ങിയ കാശ് ഇനി കിട്ടി. അതായത് എൻ്റെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് ഈ 9 സാധനങ്ങളാണ്. ബാക്കി ഒന്നുണ്ട് അല്ലേ, അതെൻ്റെ ലാഭമാണ്. ക്ലിയർ ആണോ? അപ്പം മുടക്ക് മുതലും ലാഭവും കിട്ടിയല്ലോ. ഇനി ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തുവാ? ലാഭശതമാനം ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ അല്ലേ. ലാഭം ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അറിയാമല്ലോ എല്ലാവർക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ. ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1 ലാഭം.
ഒരു സാധനമാണ് എൻ്റെ ലാഭം. ഇവിടുത്തെ മുടക്കിയ മുതൽ എന്ന് പറയുന്നത് എത്ര? 9 ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. 9 ആണ് ഇവിടുത്തെ മുടക്കിയ മുതൽ. ഒരിക്കലും 10 എന്ന് എഴുതി വെക്കരുത്. എത്രയാ? 9 സാധനങ്ങൾ വിറ്റ വിലയാണ് എൻ്റെ മുടക്ക് മുതൽ എന്ന് പറയുന്നത്. 9 ആണ് ഇൻറ്റു 100. 9 എടുക്കാവുള്ളൂ ഇൻറ്റു 100. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? 100 ഡിവൈഡ് ബൈ 9. 100 ഡിവൈഡ് ബൈ 9 എത്ര കിട്ടും നമുക്ക്? 11/1/9% എന്ന് കിട്ടും. 11/1/9%. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ മുടക്കിയ മുതൽ എന്ന് പറയുന്നത് 9 സാധനങ്ങൾ വിറ്റപ്പോൾ എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ 9 എന്ന് മുടക്ക് മുതൽ എടുത്തത്. ഒരിക്കലും 10 മുടക്ക് മുതൽ എടുക്കരുത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇല്ലെങ്കിൽ ഇനി വേറൊരു ഇക്വേഷൻ കൂടെ പഠിച്ചോ. ലാഭശതമാനം ഈക്വൽ ടു വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ സംഖ്യ ഇൻറ്റു 100. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ പഠിക്കാം. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ 10 - 9. 10 - 9 എത്ര കിട്ടും നമുക്ക്? വ്യത്യാസം 1 കിട്ടും അല്ലേ? വിറ്റ സാധനങ്ങളുടെ എണ്ണം, വിറ്റ സംഖ്യ അല്ലെങ്കിൽ വിറ്റ സാധനങ്ങളുടെ എണ്ണം എത്ര? 9 ഇൻറ്റു 100. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന രീതിയും ഇത് നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ച് ചെയ്യുന്ന രീതിയും. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അത് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കോ. 25 സാധനങ്ങളുടെ വാങ്ങിയ വില 20 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എന്ത്? ഇവിടെ നോക്കി 25 സാധനങ്ങളാണ്. ആ 25 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 20 സാധനങ്ങൾ വിറ്റപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി. അതായത് 20 എന്ന് പറയുന്നതാണ് എൻ്റെ എന്ത്? മുടക്ക് മുതൽ. 20 ആണ് എൻ്റെ മുടക്ക് മുതൽ. ബാക്കി ലാഭം 5 സാധനം ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ ലാഭം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാധനമായ 5 ആണ് എൻ്റെ ലാഭം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ? ലാഭം ഡിവൈഡഡ് ബൈ മുടക്ക് മുതൽ ഇൻറ്റു 100 ഈക്വൽ ടു ലാഭം എത്രയാണ് നമ്മുടെ? 5. മുടക്കിയ മുതൽ എത്ര? 20 ഇൻറ്റു 100. ഓക്കെ, 5ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 എന്ന് കിട്ടും. 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 25 എന്ന് കിട്ടും അല്ലേ? 25%. ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ എന്താ? വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ സംഖ്യ ഇൻറ്റു 100 അല്ലേ? വ്യത്യാസം എന്ന് വെച്ചാൽ 25 - 20 എത്ര കിട്ടും? 5 കിട്ടും. വിറ്റ സംഖ്യയുടെ എണ്ണം എത്ര? 20 ഇൻറ്റു 100. അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 80 ഓറഞ്ചുകളുടെ വാങ്ങിയ വില 80 ഓറഞ്ച്, അത് വാങ്ങിയ വില 60 ഓറഞ്ച് വിറ്റ വിലയ്ക്ക് തുല്യമായി. അതായത് നമ്മൾ മുടക്കിയ കാശ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുടക്കിയ കാശ് എപ്പോഴാണ് നമുക്ക് തിരിച്ചു വന്നത്? 60 ഓറഞ്ച് വിറ്റപ്പോഴാണ്. ബാക്കിയുള്ള 20 ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലാഭമാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 20 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100. 20 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? 1/3 അല്ലേ? ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ 1/3 ഇൻറ്റു 100 33 അല്ലെങ്കിൽ 33 1/3% എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ സംഖ്യ ഇൻറ്റു 100 അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ 5 മോഡൽ നമ്മൾ ചെയ്ത് പഠിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.